السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അറാഫിന്റെ 33 മുതലുള്ള വചനങ്ങളിലേക്ക് പ്രപഞ്ചനാഥനും സൃഷ്ടാവുമായ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളായ ആഹാരപാനീയങ്ങളിൽ സംശുദ്ധമായവകളൊന്നും നിഷിദ്ധമല്ല എന്ന് പ്രസ്താവിച്ച ശേഷം യഥാർത്ഥത്തിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഏതെല്ലാമെന്ന് വിവരിക്കുന്നു. തുടർന്നു വരുന്ന വചനത്തിൽ രഹസ്യവും പരസ്യവുമായ നീചവൃത്തികൾ, മദ്യപാനം പോലുള്ള പാപകർമ്മങ്ങൾ, അവരൻ്റെ ശരീരത്തിനോ അഭിമാനത്തിനോ സ്വത്തിനോ നേരെയുള്ള അന്യായമായ അക്രമങ്ങളും കൈകടത്തലുകളും, ആരാധനയിൽ സൃഷ്ടാവായ അള്ളാഹുവിനോട് മറ്റു വല്ലതിനെയും പങ്കുചേർക്കൽ, അള്ളാഹു സന്താനോൽപാദനം നടത്തി എന്നും മറ്റുമുള്ള ആരോപണങ്ങൾ, വിവരമില്ലായ്മ കാരണമായി ആരോപിക്കൽ. ഒന്നുകൂടി, അള്ളാഹു വിരോധിക്കാത്തവകൾ വിരോധിക്കലും അനുവദനീയമാക്കാത്തവകൾ അനുവദനീയമാക്കലും പാടില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ നിയമവിധികളെ ധിക്കരിക്കുന്നവർക്ക് ഇവിടെ അധികകാലം വിഹരിക്കുവാൻ കഴിഞ്ഞുവെന്ന് വരില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ അവധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവധി എത്തിയാൽ ഒരു നിമിഷം പോലും മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല. 33 മുതലുള്ള വചനങ്ങൾ ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബطന والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. പറയുക, എൻ്റെ രക്ഷിതാവ് നിഷിദ്ധമാക്കിയിട്ടുള്ളത് പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ നീചവൃത്തികളും അധർമ്മവും ന്യായം കൂടാതെയുള്ള കയ്യേറ്റവും യാതൊരു പ്രമാണവും അള്ളാഹു ഇറക്കി തന്നിട്ടില്ലാത്ത വസ്തുക്കളെ അള്ളാഹുവോട് നിങ്ങൾ പങ്കുചേർക്കുന്നതും അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് വിവരമില്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നതും മാത്രമാണ്. വലികുല്ലി ഉമ്മത്തിൻ അജൽ فإذا جاء أجلهم لا يستأخرون ساعة ولا يستقدمون. ഓരോ സമുദായത്തിനും ഓരോ അവധിയുണ്ട്. അങ്ങനെ അവരുടെ അവധി വന്നെത്തിയാൽ അവർ ഒരു നാഴിക നേരം പോലും പിന്തിക്കുകയോ നേരത്തെ ആക്കുകയോ ഇല്ല. യാ ബനീ ആദമ ഇമ്മാ യഅതിയന്നകും റുസുലും മിൻകും യഖുസ്സൂന അലൈക്കും ആയാതി ഫമനിത്തഖാ വഅസ്ലഹ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദം സന്തതികളെ, നിങ്ങൾക്ക് എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ വരുന്ന പക്ഷം അപ്പോൾ സൂക്ഷ്മത പാലിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്യുന്നതാരോ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. വല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നതാരോ അവരാണ് നരകാവകാശികൾ. അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഫമൻ അളമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കദ്ദബ ബിആയാതിഹി ഉലൈക യനാലുഹും നസീബുഹും മിനൽ കിതാബ് ഹത്താ ഇദാ ജാഅതുഹും റുസുലുനാ യതവഫൗനഹും ഖാലൂ أينما كنتم تدعون من دون الله
ഖാലൂ ളല്ലൂ അന്നാ വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയോ അവന്റെ തെളിവുകളെ നിഷേധിച്ചു തള്ളുകയോ ചെയ്തവനേക്കാൾ കടുത്ത അക്രമി ആരുണ്ട്? അള്ളാഹുവിന്റെ രേഖയിൽ തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഓഹരി അത്തരക്കാർക്ക് ലഭിക്കുന്നതാണ്. അവസാനം അവരെ മരിപ്പിക്കുവാനായി നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരൊക്കെ എവിടെ? അവർ പറയും, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി കളഞ്ഞു. തങ്ങൾ സത്യനിഷേധികളായിരുന്നുവെന്ന് അവർക്കെതിരായി അവർ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ തെളിവുകളെ നിഷേധിക്കുകയും അള്ളാഹുവിനുമേൽ വ്യാജ ആരോപണങ്ങൾ കെട്ടിച്ചമയ്ക്കുകയും ചെയ്യൽ കൊടിയ അപരാധമാണ്. അത്തരക്കാർക്കും അള്ളാഹുവിന്റെ മുൻ തീരുമാനപ്രകാരം ഐഹിക ജീവിതത്തിൽ ലഭിക്കേണ്ട ഭക്ഷണം, വയസ്സ്, മറ്റ് സംവിധാനങ്ങൾ തുടങ്ങിയവ ലഭിക്കുന്നതാണ്. അതാണ് അള്ളാഹുവിന്റെ രേഖയിൽ തങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഓഹരി അവർക്ക് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. സൃഷ്ടാവായ അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കാരുണ്യമാണ് ഇതിൽ പ്രതിഫലിക്കുന്നത്. പരമമായ സത്യം നിഷേധിച്ചവർക്ക് മരണം ആസന്നമാകുന്ന സന്ദർഭം അള്ളാഹുവിന്റെ ദൂതന്മാർ അഥവാ മലക്കുകൾ അവരെ സമീപിക്കുകയും ഇപ്രകാരം ചോദിക്കുകയും ചെയ്യും, അള്ളാഹുവോട് നിങ്ങൾ പങ്കുചേർത്ത നിങ്ങളുടെ ആരാധ്യ വസ്തുക്കൾ എവിടെ? ചോദ്യത്തിന് മുന്നിൽ അവർ സ്തബ്ധരായി പോകും. അവരെല്ലാം തങ്ങളെ വിട്ടുപോയി എന്നും സത്യം നിഷേധിക്കുക വഴി തങ്ങൾ ചെയ്തത് കൊടിയ അപരാധമായിരുന്നുവെന്നും അവർക്കെതിരിൽ അവർ തന്നെ സാക്ഷി പറയും. എന്നാൽ ആ സന്ദർഭത്തിലുള്ള വിലാപങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കില്ല എന്ന് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നു. قال ادخلوا في أمم قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون. അള്ളാഹു പറയും, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമായി നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക. ഓരോ സമൂഹവും അതിൽ പ്രവേശിക്കുമ്പോഴൊക്കെ അതിൻ്റെ സഹോദര സമൂഹത്തെ ശപിക്കും. അങ്ങനെ അവരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അവരിലെ പിൻഗാമികൾ അവരുടെ മുൻഗാമികളെപ്പറ്റി പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഇവരാണ് ഞങ്ങളെ വഴിതെറ്റിച്ചത്. അതുകൊണ്ട് അവർക്ക് നീ നരകത്തിൽ നിന്ന് ഇരട്ടി ശിക്ഷ നൽകണമേ. അല്ലാഹു പറയും, എല്ലാവർക്കും ഇരട്ടിയുണ്ട്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. وقالت أولاهم لأخراهم فما كان لكم علينا من فضل فذوقوا العذاب بما كنتم تكسبون. അവരിലെ മുൻഗാമികൾ അവരുടെ പിൻഗാമികളോട് പറയും, അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഉപരി യാതൊരു ശ്രേഷ്ഠതയുമില്ല. ആകയാൽ നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരുന്നതിൻ്റെ ഫലമായി നിങ്ങൾ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. ജിന്നുവർഗത്തിലും മനുഷ്യരിലും പെട്ട പലരും സത്യനിഷേധികളായുണ്ട്. അത്തരം സമൂഹങ്ങളോടൊപ്പം നിങ്ങളും നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നാണ് അവരോട് കൽപ്പിക്കപ്പെടുക. അങ്ങനെ ഓരോ സമൂഹവും നരകത്തിൽ കടക്കുമ്പോൾ ദുഷ്കർമ്മങ്ങളിൽ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സ്വന്തം സമൂഹത്തെ തന്നെ അവർ പരസ്പരം ശപിക്കും. ഐഹിക ജീവിതത്തിൽ അവരെ നയിച്ചുകൊണ്ടിരുന്ന അവർക്ക് വഴികാട്ടികളായ മുൻഗാമികളും നേതാക്കളും കൂടി എത്തിക്കഴിയുമ്പോൾ അവർ അള്ളാഹുവോട് പറയും, നാഥ, ഇവർക്ക്, അതായത് ഈ നേതാക്കൾക്കും പൂർവികർക്കും ഇരട്ടി ശിക്ഷ നീ നൽകണമേ. അവർ സ്വയം നാശത്തിലാവുകയും തങ്ങളെ അതിലേക്ക് നയിക്കുകയും ചെയ്തതിന് എല്ലാവർക്കും ഇരട്ടിയുണ്ട് എന്ന മറുവാക്കാണ് ആ തേട്ടത്തിന് അവർക്ക് ലഭിക്കുന്ന മറുപടി. അനുയായികളുടെ ആക്ഷേപങ്ങൾക്ക് നേതാക്കൾ നൽകുന്ന മറുപടി, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ മേന്മയൊന്നുമില്ല, അതിനാൽ നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ തന്നെ അനുഭവിച്ചു കൊള്ളുക.
പരലോകത്ത് നേരിടേണ്ടി വരുന്ന അതിദാരുണമായ രംഗങ്ങൾ കാലേക്കുട്ടി തൻ്റെ സൃഷ്ടികളെ അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത് വകദാലിക നജ്സിൽ മുജ്രിമീൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവരാരോ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കപ്പെടുകയേയില്ല. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോകുന്നത് വരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്രകാരമാണ് നാം കുറ്റവാളികൾക്ക് പ്രതിഫലം നൽകുന്നത്. ലഹും മിൻ ജഹന്നമ മിഹാദും വമിൻ ഫൗഖിഹിം ഗവാശ് വകദാലിക നജ്സിൽ ളാലിമീൻ. അവർക്ക് നരകാഗ്നിയാലുള്ള മെത്തയും അവരുടെ മീതെ കൂടി പുതപ്പുകളും ഉണ്ടായിരിക്കും. അപ്രകാരമാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത്. അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും മുന്നറിയിപ്പുകളെയും നിഷേധിച്ചവർക്ക് സ്വർഗം അപ്രാപ്യമാണെന്നും അവർ നരകത്തിൽ നിരന്തരവാസികളായിരിക്കുമെന്നും നരകാഗ്നി അവരെ ആവരണം ചെയ്തിരിക്കുമെന്നും മേൽ സൂക്തങ്ങൾ മനുഷ്യ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞത് അവരുടെ സൽക്കർമ്മങ്ങളോ പ്രാർത്ഥനകളോ അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്നാണ്. സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുക എന്നത് അസാധ്യമായതുപോലെ തന്നെയാണ് സത്യം നിഷേധിച്ചവരുടെ സ്വർഗപ്രവേശനവും എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് തുടർന്നു വരുന്ന വചനങ്ങളിൽ അള്ളാഹു വിവരിക്കുന്നത്. വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാതി ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ ഒരാൾക്കും അയാളുടെ കഴിവിൽ പെട്ടതല്ലാതെ നാം ബാധ്യത ഏൽപ്പിക്കുന്നില്ല. അവരാണ് സ്വർഗാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. സ്വർഗം നേടിയെടുക്കുന്നതിന് അസാധ്യമായ കാര്യങ്ങളൊന്നും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല എന്ന് ഈ വാക്യം ചൂണ്ടിക്കാട്ടുന്നു. ഇമാം അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. തൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ ഒരാളോടും നാം കൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിക്കലും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കലും മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതാണെന്നും പ്രായോഗിക കഴിവുകൾക്ക് അപ്പുറമുള്ള കാര്യമല്ല അത് എന്നും നമുക്ക് ഗ്രഹിക്കാം. സ്വർഗത്തിൽ അതിമഹത്തായ പദവികളും സ്ഥാനമാനങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അത് നേടുക എന്നത് അത്രമേൽ പ്രയാസകരമല്ലെന്നും എളുപ്പമുള്ള കർമ്മങ്ങളിലൂടെ തന്നെ അത് നേടാമെന്നും സത്യം നിഷേധിച്ചവരെ ഈ സൂക്തം ഉണർത്തുകയും ചെയ്യുന്നു. അൽ ബഹറുൽ മുഹീത്ത് 4:298 വിവരിക്കുന്നു. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ വഖാലു അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ലഖദ് ജാഅത് റസുലു റബ്ബിനാ ബിൽഹഖ് വനൂദൂ അൻ തിൽകുമുൽ ജന്നതു ഊരിസ്തുമൂഹാ ബിമാ കുന്തും തഅമലൂൻ. അവരുടെ, അതായത് സത്യവിശ്വാസികളുടെ മനസ്സുകളിലുള്ള ഉൾപ്പകയെല്ലാം നാം നീക്കിക്കളയുന്നതാണ്. അവരുടെ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവർ പറയുകയും ചെയ്യും, ഞങ്ങളെ ഇതിലേക്ക് നയിച്ച അള്ളാഹുവിന് സ്തുതി. അള്ളാഹു ഞങ്ങളെ നേർവഴിയിലേക്ക് നയിച്ചിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നേർവഴി പ്രാപിക്കുമായിരുന്നില്ല. ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൂതന്മാർ തീർച്ചയായും സത്യവും കൊണ്ടാണ് വന്നത്. അവരോട് വിളിച്ചു പറയപ്പെടുകയും ചെയ്യും, അതാ സ്വർഗം,
നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി നിങ്ങൾ അതിൻ്റെ അവകാശികളാക്കപ്പെട്ടിരിക്കുന്നു. നരകവാസികൾ പരസ്പരം കഠിനമായ പകയും ശത്രുതയും വെച്ച് പുലർത്തുമ്പോൾ സ്വർഗവാസികളുടെ ഹൃദയങ്ങൾ അത്തരം മാലിന്യങ്ങളിൽ നിന്നെല്ലാം സംശുദ്ധമായിരിക്കും. നരകവാസികൾ പരസ്പരം ആക്ഷേപിക്കുമ്പോൾ സ്വർഗവാസികൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യുക. മനുഷ്യർക്കിടയിൽ വന്നു പോകാറുള്ള പകയും വിദ്വേഷവും സ്പർദ്ധയുമെല്ലാം അള്ളാഹു അവരിൽ നിന്ന് നീക്കിക്കളയുന്നതാണ്. ഒരാൾക്കും മറ്റൊരാളോട് യാതൊരു പകയോ വിദ്വേഷമോ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും ജനങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രവർത്തിച്ചതിന് പകരമായി സ്വർഗം എന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ഓരോ മനുഷ്യനും അള്ളാഹു നൽകിയ ഭൗതിക അനുഗ്രഹങ്ങൾക്ക് എത്ര തന്നെ ആരാധനകൾ അർപ്പിച്ചാലും പകരമോ നന്ദിയോ ആകില്ല. അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യം കൊണ്ടാണ് ഒരാൾ സ്വർഗപ്രാപ്തനായി തീരുന്നത്. അള്ളാഹുവേ, നിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നീ സമാധാനത്തിൻ്റെ ഭവനത്തിൽ അഥവാ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ. ഇപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വനാദാ അസ്ഹാബുൽ ജന്നതി അസ്ഹാബൻ നാരി അൻ ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖൻ ഫഹൽ വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖൻ ഖാലൂ നഅം ഫഅദ്ദന മുഅദ്ദിനും ബൈനഹും അൽലഅനതുല്ലാഹി അലൽ ളാലിമീൻ. സ്വർഗാവകാശികൾ നരകാവകാശികളോട് വിളിച്ചു പറയും, ഞങ്ങളോട് ഞങ്ങളുടെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്തത് ഞങ്ങൾ യാഥാർത്ഥ്യമായി കണ്ടെത്തിക്കഴിഞ്ഞു. എന്നാൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ യാഥാർത്ഥ്യമായി കണ്ടെത്തിയോ? അവർ പറയും, അതെ. അപ്പോൾ ഒരു വിളിച്ചു പറയുന്ന ആൾ അവർക്കിടയിൽ വിളിച്ചു പറയും, അള്ളാഹുവിന്റെ ശാപം അക്രമികളുടെ മേലാകുന്നു. അല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹി വയബ്ഗൂനഹാ ഇവജൻ വഹും ബിൽആഖിറതി കാഫിറൂൻ. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും അത് വക്രമാക്കാൻ ആഗ്രഹിക്കുകയും പരലോകത്തിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ മേൽ. സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കും, ഞങ്ങളോട് ഞങ്ങളുടെ രക്ഷിതാവ് ചെയ്ത വാഗ്ദാനം സത്യമായി പുലർന്നിരിക്കുന്നു. നിങ്ങളോട് നിങ്ങളുടെ നാഥൻ വാഗ്ദാനം ചെയ്തത് പുലർന്നുവോ? ചോദ്യത്തിന് അതെ എന്ന് അവർ മറുപടി നൽകും. കേവലം ഇതിഹാസങ്ങളെന്ന് കരുതിയിരുന്ന പരിഹസിച്ചിരുന്നവകളെല്ലാം സത്യമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഈ ചോദ്യത്തിൽ നിങ്ങളുടെ നാഥൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ തന്നെയാണ്. അള്ളാഹു സത്യനിഷേധികൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത് പുലർന്നുവോ എന്നാണ് ചോദ്യം. അപ്പോഴേക്കും ഒരു വിളംബരക്കാരൻ വിളിച്ചു പറയും, അക്രമികൾക്ക് നാശം. അഥവാ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതിരുന്നവർക്ക് അള്ളാഹുവിൻ്റെ ശാപ കോപങ്ങളുണ്ട്. അള്ളാഹുവിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചു എന്നത് മാത്രമല്ല, ജനങ്ങളെ സത്യമാർഗത്തിൽ നിന്ന് തടഞ്ഞു എന്നതാണ് അവർ ചെയ്ത അതീവ ഗുരുതരമായ കുറ്റം. കൂടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തെ വക്രമാക്കാൻ അവർ ശ്രമിച്ചു. പരലോക നിഷേധത്തിൽ അധിഷ്ഠിതമായിരുന്നു അവരുടെ നിലപാടുകളെല്ലാം എന്നുകൂടി അള്ളാഹു വ്യക്തമാക്കുന്നു. ഇവിടെ സൂറത്തുൽ ആറാഫ് 33 മുതൽ 45 വരെ വചനങ്ങളാണ് നാം മനസ്സിലാക്കിയത്. 46 മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി